അല്ലേ? നമ്മൾ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ? നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പറഞ്ഞു തിരഞ്ഞെടുപ്പിൻ്റെ സംഭവം. ആരാ അവിടുന്ന് പേനെടുത്ത് കളിക്കുന്നത്? അവരാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത്. നമ്മൾ രാജഭരണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. അലനെന്താ നേരം വൈകി വന്നത്? ദിവസം നേരം വൈകിട്ടാണല്ലോ വരുന്നത്. എന്താ നിന്റെ പ്രശ്നം? സാറേ, അവന്റെ ചെരുപ്പ് കേട് വന്നിണ്ടാവും, അതുകൊണ്ട് അവൻ ലേറ്റ് ആയേ. എല്ലാ ദിവസവും പറയണോ നിങ്ങളോടൊക്കെ നേരത്തെ വരാൻ? അലൻ കടതിരിക്കി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് രാജഭരണത്തെക്കുറിച്ചും നിലവിൽ ഇപ്പോഴുള്ള ഭരണവ്യവസ്ഥയെ കുറിച്ചുമാണ്. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? പിന്നെ പണ്ട് കാലത്ത് രാജഭരണമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. കളറോ? ഇന്നാ വൈകുന്നേരം തിരിച്ചുതരാൻ മറക്കല്ലേ. അലനെ, ഓല തന്റെ ചെരുപ്പ് എല്ലാരും കൂടി തട്ടി കളിക്കുന്ന. അലൻ, എന്താ ഇവിടെ നിൽക്കുന്നത്? എന്താ ഭക്ഷണം കഴിക്കാത്തത്? എനിക്ക് വിശക്കുന്നില്ല ടീച്ചറേ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഭക്ഷണം കഴിച്ചാലല്ലേ ആരോഗ്യം ഉണ്ടാവും. വാ. വെയിലേറ്റ് വാടുന്ന കുഞ്ഞു ചെടിയിൽ ജലപാനമേകുവാൻ നീയുണ്ട്. ഇടവഴിയിലിടറുന്ന പിഞ്ചുപാദങ്ങൾക്ക് രക്ഷകനാകുവാനാരുണ്ട്.
കുളിർ തേടി പാറുന്ന പർവതൻ കൂട്ടമേ, കാന്തിയിലലയുന്ന ചിത്രപതംഗമേ, കളി പറഞ്ഞാടുന്ന തുമ്പി പെൺകൊടികളെ, കാലിടറുന്നൊരാ കുഞ്ഞിനെ ഏൽക്കുമോ? രാവിൻ നദി നീന്തുമേകാന്ത നൗകയിൽ അവനെ കയറ്റി തുഴയുമോ വാനില? അമ്മതൻ വാത്സല്യമുത്തം പോലെത്തുന്ന മാരിതൻ കൈകളെ അവനിൽ മുകരും. വെയിലേറ്റ് വാടുന്ന കുഞ്ഞു ചെടിയിൽ ജലപാനമേകുവാൻ അല്ലയോ നീടാ നീ എന്തെടുക്ക സ്കൂൾ പോണ്ട്? അത് ശരി, നീ ഇതിന്റെ ഉള്ളിൽ കളിച്ചോണ്ടിരിക്ക. എനിക്ക് സ്കൂളിൽ പോകാനല്ലേ? 10 റുപ്യ ഇല്ല? എനക്കെന്തിനാ 10 റുപ്യ? ദിവസവും 10 റുപ്യ 20 റുപ്യ എങ്ങനെ ദിവസവും പൈസ വാങ്ങിക്കൊണ്ടുപോവാ? പോരുന്നുണ്ടോ അങ്ങോട്ട്? ഫ്രിഡ്ജിലാ പൈസ? സിദ്ദിഖായി ഓട്ടോറിക്ഷ ആയിട്ട് കാത്തുത്തിരിക്കുന്ന, വാ അങ്ങോട്ട് വാ. 10 റുപ്യ ആ എന്നാ വാ ഇങ്ങോട്ട് വാ, തരാം. എല്ലാം എന്നോട് പറഞ്ഞിട്ടാണല്ലോ. നീ തന്ന 10 റുപ്യ കിട്ടിയാഞ്ഞിട്ട് നാളെ എന്നോട് ചോദിച്ചു ഇങ്ങോട്ട് വരികട്ടോ. ആ ശരി, നോക്കിപ്പോട്. മുട്ടുന്നോന്ന് വേ ഇങ്ങോട്ട് ഇറങ്ങടോ. ആഹാ എന്തൊരു സുഖാ മോനെ. എന്റെ സുഖം എനിക്ക് കിട്ടിയ പുളിക്കോ. അങ്ങോട്ട് മാറിക്കടാ. ഇഞ്ചൊരു ചെരുപ്പ്, ഇഞ്ചൊരു ചെരുപ്പ്. ചെരുപ്പ് ചെരുപ്പ്.
ചെരുപ്പൊന്ന് താ. ആകപ്പാടുള്ളൊരു ചെരുപ്പാടോ, കഴിച്ച മതിയാടോ. ചെരുപ്പൊന്ന് താടോ, ആകെപ്പാടുള്ളൊരു ചെരുപ്പാടോ, കളിക്കല്ലേടോ. നിങ്ങൾക്കൊക്കെ വേറെ ചെരുപ്പുണ്ടാവില്ലേ? ആകെപ്പാടുള്ളൊരു ചെരുപ്പാടോ. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നോടോ? ഒന്ന് താടോ. ഇത് ചെരുപ്പ്, ഇത് ചെരുപ്പ്. अधिनायक जय है भारत भाग्य विधाता पंजाब। എന്താ മാഷേ ഇതൊക്കെ? നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഇതൊരു സ്കൂളല്ലേ? നിങ്ങളിത് കണ്ടോ? ആണെന്നോ? ഇതൊക്കെ ഇവിടെ ഉള്ള ഒരു ചെറിയോന് കാട്ടിക്കൂട്ടിയ കോലാണ് കാണുന്നത്. ഇപ്പോഴത്തെ വാർത്തകളും ന്യൂസുകളും നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല, നിങ്ങളെ തൽക്കാലം ഇരിക്കാൻ വന്നതല്ല. എന്താ ഗുണ്ടായിസോ ഇവിടെ നടക്കുന്നത്? അല്ല, നിങ്ങളും ഒരു രക്ഷിതാവല്ലേ? ഇത് നടക്കുന്നൊന്നും അറിയുന്നില്ല. ഇവിടെ ഇവരൊക്കെ നോക്കി നിങ്ങളിത് പറയും. രണ്ടു കുട്ടികൾ ഹോസ്പിറ്റലാ. നിങ്ങൾ എന്തെങ്കിലും അറിയോ? ഇതിനൊക്കെ ആരാ സമാധാനം പറയാ? നിങ്ങൾ വല്ല വീട് അറിയുന്നുണ്ടോ? നിങ്ങൾ പത്രത്തിലും ന്യൂസിലും ഒന്നും കേൾക്കുന്നില്ലേ? ഈ ഇങ്ങനത്തെ മക്കളൊക്കെയാണ്, 12 വയസ്സുള്ള ഈ മക്കളൊക്കെയാണ് അമ്മനെ വെട്ടിക്കൊല്ലുന്നത്. ഇതൊന്നും കേൾക്കുന്നില്ല നിങ്ങള്? എന്താ ഇവിടെ നടക്കുന്നത്? മക്കൾ ഇങ്ങോട്ട് വിടുന്നത് പഠിക്കാനല്ലേ? ഇതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്ന മക്കളാ. അപ്പൊ വൈകുന്നേരം ആകുമ്പോ വീട്ടിലെത്തുന്നത് ഈ കോലത്തിലാണ് എത്തുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടി? ഇന്നിവിടെ രക്ഷിതാക്കള് മീറ്റിംഗ് വിളിക്കാനിരിക്കായിരുന്നു. നിങ്ങളേതായാലും വന്നില്ലേ? അല്ലത് വലിയ കോളേജോ വലിയ ഹൈസ്കൂളോ ആണെങ്കിലോ ഒക്കെ ഇത് LP സ്കൂളല്ലേ? അവിടെ എങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറിഞ്ഞാല് അത് വലിയ സങ്കടം. കുട്ടികളെ കർശനായിട്ട് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇതൊരു ചെറിയോ കാട്ടിക്കുട്ടിയാണ്. കുറെ കുട്ടികൾ സംഘം ചേർന്ന് ചെയ്തോന്നല്ലോ. അപ്പൊ അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ള അതിന്റെ ഒരു ഭവിഷ്യത്ത് സ്കൂളിൽ കുട്ടികളെ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഞങ്ങളെ പോലത്തെ രക്ഷിതാക്കൾ ഇനി അതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കേണ്ടത് തന്നെ ഉണ്ട്. ഞങ്ങളെ കുട്ടികളെ എങ്ങോട്ട് പറഞ്ഞയക്കണോ വേണ്ടെന്നുള്ളത് പറയട്ടെ,
ആ കുട്ടി പഠിക്കുന്നിടത്ത് ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വിടുക ഈ മക്കളൊക്കെ? ഏതായാലും പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾ കണ്ടോ, ഇത് ഇവന്റെ ബാഗിൽ നിന്ന് കിട്ടിയ സാധനം. ഇതൊരു ഓലപ്പടക്ക. ഇന്ന് ഇവന് ഓലപ്പടക്കം കൊണ്ടുവന്ന് നാളെ ഇവൻ എന്താ കൊണ്ടുവരാന്ന് നിങ്ങൾക്കോ എനിക്കും അറിയോ? ഈ കൊണ്ടോന്നിനോ? മക്കളും കണക്കോ. ഈ പൊരേക്ക് വാട്ടോ. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. ഇതൊരു സ്കൂളല്ലേ, ഇതിന് ആരാ ഉത്തരവാദി? ഞങ്ങൾ അധ്യാപകരാണോ? നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ് ഞാൻ കേട്ടില്ലേ? നിങ്ങൾ ഇത്രയും നേരം എന്നോട് കയർത്ത് സംസാരിച്ചില്ലേ? ഇവിടെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ വാർത്തകളുണ്ടല്ലോ, അതിനെല്ലാം ഉത്തരവാദി രക്ഷിതാക്കളാണ്. നിങ്ങളെന്തിനാണ് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ കയ്യിൽ പണം കൊടുത്തയക്കുന്നത്? മക്കളെയൊക്കെ വളർത്തണം, നല്ല രീതിയിൽ വളർത്തണം. പക്ഷേ ഇങ്ങനെ ഒരുപാട് ലാളിച്ച് വഷളാക്കി ആവശ്യത്തിലേറെ പണം കൊടുത്ത് കുട്ടികളങ്ങനെ വഷളാക്കുകയും ചെയ്യരുത്. മിഠായി വാങ്ങാനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങളും ഞാനും പഠിച്ചു വന്ന കാലമല്ലത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്ന് സ്കൂളിൽ ഉച്ചഭക്ഷണം മാത്രമല്ല, രാവിലെ പാല്, പലതരം കടികൾ, ഉച്ചയ്ക്ക് ഓരോ ദിവസവും ചോറിന് ഓരോ തരം കറികൾ, പിന്നെ പോരാത്തതിന് കോഴിമുട്ട, പഴങ്ങൾ. സർക്കാർ എന്ത് നല്ല ഭക്ഷണങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഓർത്തോക്കെ. പിന്നെ നിങ്ങൾ എന്തിനാണ് കുട്ടികൾക്ക് പണം കൊടുത്തയക്കുന്നത്? നിങ്ങളെ മക്കൾക്ക് കളിക്കാൻ കൊടുക്കുന്ന ഈ ഫോണുണ്ടല്ലോ, ഈ ഫോണ് കണ്ടുകൊണ്ടല്ലേ കുട്ടികൾ വളരുന്നത്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ, കിടന്നുറങ്ങാൻ എല്ലാം ഫോൺ വേണം. ശരിയല്ലേ? എല്ലാം ഫോൺ വേണം. അതിലെന്തൊക്കെ ഉണ്ടാവുക നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ? ശരിക്കും ഈ കുട്ടികൾ വഷളാവുകയല്ലേ ചെയ്യുന്നത്? ഇന്ന് സ്കൂളുകളിൽ അച്ചടക്കം എവിടെയുള്ളത്? ബഹുമാനുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പറയ്. ആ മാഷേ, ആ റെന്നിനെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയേ. നിങ്ങളിവിടേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കായിരുന്നു. തെറ്റിൽ നിന്നാണ് പലരും ശരിയിലേക്ക് വരുന്നത്. അന്ന് അലനുമായിട്ട് എന്താ ഉണ്ടായത്? മോളൊന്ന് ഇവരോട് പറ. ആ തോലന്റെ ചെരുപ്പ് എടുത്തൊളിപ്പിച്ചേക്കൂ, തട്ടിക്കളിക്കൂ. അങ്ങനെ സോല് തട്ടിക്കളിച്ച് പൊട്ടിച്ച് സ്വകയില് ഒളിപ്പിച്ചൊക്കെ വെക്കൂ. എത്ര ചോദിച്ചാലും കൊടുക്കൂല. അന്നപ്പോ ഓന് ദേഷ്യം വന്നിട്ട് അറിയാണ്ട് ചെയ്തു പോയതാ. നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. മോള് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ഒരു ചെരുപ്പ് പൊട്ടിയനാണോ മാഷേ ഈ കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്? അല്ല, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇനി മോള് പോയി കേട്ടോ. മോള് ക്ലാസ്സിൽ ചെന്നിരിക്കേ. ആ സത്യത്തിൽ ഇവര് തട്ടിക്കളിച്ച് പരിഹസിച്ച ആ ചെരുപ്പുണ്ടല്ലോ, അത് അവന്റെ ചെരുപ്പല്ല. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. അവന്റെ അച്ഛൻ ഒരു മരം വെട്ടുകാരനായിരുന്നു. എല്ലാം വൈകിയാണ് ഞങ്ങളും അറിയുന്നത്. മരം വെട്ടുന്നതിനിടയിൽ മരത്തിൽ നിന്ന് വീണ് ഒരു ഭാഗം തളർന്നുപോയി. ആ സമയത്ത് കൂടെ നിൽക്കേണ്ട അവന്റെ അമ്മ അവനെയും അച്ഛനെയും തനിച്ചാക്കി മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ പോയി. ഇവരെ പോലെ കളിച്ചു നടക്കേണ്ടതല്ലേ അവൻ. അമ്മ ഒഴിവാക്കിപ്പോയ ആ മകൻ അച്ഛന് തണലായി മാറുകയാണുണ്ടായത്. ഒരമ്മയുടെ ലാളനയും വാത്സല്യവും കിട്ടാതെ വളർന്ന ആ മകന് അമ്മ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ആ ചെരുപ്പുണ്ടല്ലോ, ഇന്ന് അതവന്റെ അമ്മയാണ്. മാപ്പ് അറിയാതെ ചെയ്തു പോയത്. മാപ്പ് 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 ഞാൻ അറിയാതെ. ഇനി കരയല്ലെങ്ങനെ, ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ. ഈ കരയാ കരയരുത് കേട്ടോ. സാരല്ലാന്ന്, അതൊക്കെ പോട്ടെ. ഇനി ഞങ്ങളെ കണ്ട് കൂടെ കരയരുത് കേട്ടോ. മാഷേ, ഇനി അങ്ങോട്ട് ഇവന്റെ വീട്ടിലും അവന്റെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ രക്ഷിതാക്കളെല്ലാം കൂടി ഒന്ന് ആലോചിച്ചിട്ട് അതിനെന്താ വേണ്ടിയെന്ന് വെച്ചാൽ ചെയ്യാം. മാഷേ, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത്.
ഇവര് വീട്ടിൽ വന്ന് പറയുന്ന കഥകളല്ലേ ഞങ്ങൾക്ക് അറിയൂ. അപ്പൊ അത് കേൾക്കുന്ന ആ ആവേശത്തിലാണ് ഞങ്ങൾ വന്നത്. അപ്പം മാഷ്ക്കും പ്രത്യേകിച്ചൊന്നും തോന്നരുത്. ഞങ്ങളൊരു വികാരം അങ്ങനെ ആയിരുന്നല്ലോ. അതിനെ കൊണ്ട് മാഷ് പറഞ്ഞപ്പോ അതിന്റെ കാര്യം മനസ്സിലായി. ഇപ്പൊ ഞമ്മളെ മക്കളെ പോലെ ഉള്ളത് തന്നെയാണ്. ഓന്റെ വീട്ടിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങള് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ഞങ്ങളെ മക്കളായിട്ട് ഞങ്ങൾ നോക്കിയോളാം. നീ തനിച്ചല്ലടാ, നിന്റെ കൂടെ ഞങ്ങളും ഉണ്ട്. കഴിയല്ലടാ. എല്ലടോ ചിരിക്ക്.